SI ന്യൂമാൻ, പോലീസ് ഉദ്യോഗസ്ഥരായ ശശിധരൻ, സന്ദീപ്, സജീവ് ഇവരുടെ മുഖം മൂടി ധരിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇങ്ങനെ ഒരു വേഷം ധരിച്ച് വന്നിട്ടുള്ളത്. തൃശൂർ DIG ഓഫീസിന് മുന്നിൽ വേറിട്ട സമരം നടത്തുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ചാണ് തിരുവോണ ദിവസം കൊലച്ചോറ് പ്രതീകാത്മക സമരം എന്നാണ്. 4 പോലീസ് ഉദ്യോഗസ്ഥരുടെ മുഖം മൂടി ധരിച്ച്, പോലീസ് വേഷം ധരിച്ച് അവരുടെ കൊലച്ചോറ് പ്രതീകാത്മക സമരം എന്നുള്ളതാണ്. അതായത് കസ്റ്റഡിയിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഈ ഒരു സമരം. 4 പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ച SI ന്യൂമാൻ, പോലീസ് ഉദ്യോഗസ്ഥരായ ശശിധരൻ, സന്ദീപ്, സജീവ് ഇവരുടെ മുഖം മൂടി ധരിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇങ്ങനെ ഒരു വേഷം ധരിച്ച് വന്നിട്ടുള്ളത്. ഈ വേഷം ധരിച്ച ഇവർ ഇലയിട്ട് DIG ഓഫീസിന് മുമ്പിൽ ഇലയിട്ട് പ്രതീകാത്മകമായ ചോര ഊണ്, രക്ത ഊണ് എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഒരു സമരം നടത്തുന്നത്. പോലീസ് ഡേഞ്ചർ ആണെന്നുള്ള ഒരു ബോർഡും, സാധാരണ ഡേഞ്ചർ എന്നുള്ള ബോർഡ് വെച്ച് ഗ്ലാസുകളിൽ വെള്ളത്തിന് പകരം പ്രതീകാത്മകമായി രക്തം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഈ ഒരു പ്രതിഷേധ സമരമാണ്. ഇത് യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള VS സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമരം വരുന്നത്. ഇന്ന് തിരുവോണമാണ്. മലയാളികളായിട്ടുള്ള മുഴുവൻ മനുഷ്യരും കുടുംബത്തോടൊപ്പം സന്തോഷത്തോടുകൂടി ഓണം ആഘോഷിക്കുന്ന ഈ വേളയിൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസുകാർ തെരുവിലാണ്. എന്തുകൊണ്ടാണ് തെരുവിൽ ഇത്തരത്തിലൊരു സമരം നടത്തിയത് എന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുഴുവൻ മാധ്യമ സുഹൃത്തുക്കൾക്കും അറിയാം. ഒരു മനുഷ്യ മൃഗത്തെ പോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പെരുമാറാൻ തുടങ്ങിയിട്ട് നാളുകൾ എത്രയോ ആയി. സുജിത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലുണ്ടായ അതിഗുരുതരമായ അതിനിഷ്ഠൂരമായ ആക്രമണം എങ്ങനെയായത് ഉണ്ടായത്? ഒരു മനുഷ്യ മൃഗത്തെ പോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പെരുമാറാൻ തുടങ്ങിയിട്ട് നാളുകൾ എത്രയോ ആയി. സുജിത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലുണ്ടായ അതിഗുരുതരമായ അതിനിഷ്ഠൂരമായ ആക്രമണം എങ്ങനെയായത് ഉണ്ടായത്? വേഷം ധരിച്ച് വന്നിട്ടുള്ളത്. ഈ വേഷം ധരിച്ച ഇവർ ഇലയിട്ട് DIG ഓഫീസിന് മുമ്പിൽ ഇലയിട്ട് പ്രതീകാത്മകമായ ചോര ഊണ്, രക്ത ഊണ് എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഒരു സമരം നടത്തുന്നത്. പോലീസ് ഡേഞ്ചർ ആണെന്നുള്ള ഒരു ബോർഡും, സാധാരണ ഡേഞ്ചർ എന്നുള്ള ബോർഡ് വെച്ച് ഗ്ലാസുകളിൽ വെള്ളത്തിന് പകരം പ്രതീകാത്മകമായി രക്തം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമരത്തിന്റെ